ഇപ്പോൾ ഇന്ത്യക്കാരെ മുഴുവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും വരില്ല കേട്ടോ, എല്ലാവരും ഒന്നും വരില്ല. കുറേ മലയാളികൾ അവിടെ കിടക്കും, നേഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വയ്ക്കും. എന്നിട്ട് അവിടെ ബോംബും വെടിയും പടക്കവും തുടങ്ങി കഴിയുമ്പോൾ ഇവർ ഞങ്ങളെ കൊണ്ടുപോകും. എന്നിട്ട് നരേന്ദ്രമോദി ഇടപെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം 48 മണിക്കൂർ നിർത്തിച്ചിട്ട് ആ സ്ഥലത്തൂടെ ഒരു കോറിഡോറിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ വിമാനത്തിൽ ഇവരെ ബോംബെ കൊണ്ടുവന്ന് ഇറക്കണം. ഇറക്കിയാൽ ഇവർക്ക് ബിരിയാണി, പരിപ്പ് വട, കട്ടൻ ഇത് കൊടുക്കണം. അതിന് മധുരം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻകുലാബ് സിന്ദാബാദ് ബോംബെ എയർപോർട്ടിൽ വെള്ളം വയ്ക്കും. ഇത് മലയാളിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് മലയാളി അവിടെ നിന്ന് പോരില്ല. അവൻ ഈ കച്ചറ ഉണ്ടാക്കി നരേന്ദ്രമോദിക്ക് തലവേദന ഉണ്ടാക്കിയിട്ട് അവനടങ്ങുള്ളൂ. അത് അക്കാര്യം എനിക്ക് ഉറപ്പാണ്. ഇതിനു മുമ്പ് നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട്. യമനിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. യമനിൽ, സിറിയയിൽ ജാനുവരി മുതൽ വാണിംഗ് കൊടുത്തിട്ട് മാർച്ച് മാസമാണ് അവിടെ അടി തുടങ്ങുന്നത് സിറിയയിൽ. ആ മാർച്ച് മാസത്തിൽ 12 നേഴ്സുമാർ പറഞ്ഞാൽ അവർ കന്യാസ്ത്രീകളാണ്. മിണ്ടാൻ പറ്റുമോ? കന്യാസ്ത്രീ കണ്ടാൽ നമ്മൾ അപ്പം തന്നെ ഓച്ചാനെ. ഈ കന്യാസ്ത്രീകൾ ഇവർ എത്ര നാളായി പറയുന്നു ചേച്ചി ഇങ്ങ് പോര്, ചേച്ചി ഇങ്ങ്. അല്ല, കരുണാവാനായ കർത്താവ്. പിന്നെ കർത്താവിനെ നോക്കിയല്ലേ അവിടെ കർമ്മം നടക്കുന്നത്. അവസാനം കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ച് ഒരു കണക്കിന് കൊണ്ടുവന്നു. അന്ന് കപ്പലിലോ മറ്റാണ് നമ്മുടെ ഇങ്ങേരുണ്ടല്ലോ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ. പുള്ളിക്ക് ഉറക്കയില്ല. പുള്ളി ഇവിടുന്ന് ഭീകരനെ വിളിച്ചു. ഭീകരനെ, IS ഭീകരൻ. പുള്ളിക്ക് എല്ലായിടത്തും ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സകല സ്ഥലത്തും പുള്ളിക്കാരുടെ ഒരു കോണ്ടാക്റ്റ് വയ്ക്കും. കാരണം ഒരു എന്തെങ്കിലും വന്നാൽ നമുക്ക് രക്ഷപ്പെടണ്ടേ, ശ്വാസം വിടണ്ടേ. അറ്റ കൈക്ക് IS ഭീകരനെ വിളിച്ചു സിറിയയിൽ. എന്നിട്ട് പറഞ്ഞു, മോനെ ഞങ്ങളുടെ കന്യാസ്ത്രീയാണ്. എന്ത് കന്യാസ്ത്രീ? പോടാ, അങ്ങനെയല്ല, നീ നമുക്ക് ഒരു സമാധാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞൊരു പാക്കേജ് ഉണ്ടാക്കി അവസാനം ഇത് നാറ്റ കേസായി. കാശ് കൊടുത്താണ് കൊണ്ടുവന്നത്. അതേന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാശ് കൊടുത്തു അവർക്ക്. കാരണം അവൻ പറഞ്ഞു, വെറുതെ അങ്ങനെ വിടാൻ പറ്റുമോ ചേട്ടാ? ഇപ്പോൾ അത് നമ്മൾ പിടിച്ചു വെച്ചതിന് എന്തെങ്കിലും ഒരു ഇപ്പം എന്താ വേണ്ടതെന്ന് പറയാം. ഒരു 10-20 ലക്ഷം രൂപയോ അങ്ങനെ അത് കൊടുത്തു. മോദി പറഞ്ഞു, കൊടുക്ക് 20 കൊടുക്കും. നമ്മൾ പൗരന്മാരല്ലേ വരണ്ടേ? 20 ലക്ഷം രൂപ കൊടുത്ത ഒരു ജീവൻ കിട്ടില്ലല്ലോ. അങ്ങനത്തെ ന്യായമല്ലേ ഇവിടെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒക്കെ ഇപ്പോൾ നമ്മുടെ ആൾക്കാർ ചെയ്യും. അതായാലും ഇറാനിൽ നിന്ന് അവിടെ ഉള്ളവർ തിരിച്ചു വരുന്നത് നല്ലത്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ളവരും തിരിച്ചു വരുന്നതാണ് നല്ലത്. നിങ്ങൾക്കിവിടെ എന്തെങ്കിലും ജീവിക്കാനൊരു പാങ്ങൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോരും. കാരണം അവിടുത്തെ അന്തരീക്ഷം ട്രംപ് പോയി കഴിയുമ്പോൾ ഇതൊക്കെ മാറാൻ പോകില്ല. ഈ മാഗ എന്ന് പറയുന്ന സാധനം വെള്ളക്കാരൻ ക്രിസ്ത്യാനിയുടെ ആധിപത്യമാണ്. ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ളതിൻ്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ വെള്ളക്കാരനായ ക്രിസ്ത്യാനിയുടെ ആധിപത്യം. അതിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അവരുടെ ഇവിടുത്തെയൊക്കെ ഡയലോഗ് നോക്കിയാൽ മതി. ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരെല്ലാം സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. പതുക്കെ അവരോട് നാട് വിട്ട് പോകാൻ പറയും. ഇതൊക്കെ സംഭവിക്കും. അതിപ്പോൾ സംഭവിച്ചിട്ടില്ല. ബട്ട് ഇറാനിൽ സംഭവിച്ചത്, ഇറാനിൽ നിന്ന് തിരിച്ചു പോകാൻ പറഞ്ഞെങ്കിൽ തിരിച്ച് വരുന്നത് തന്നെയാണ് നല്ലത്. കാരണം IS പോലെയല്ല ഇറാൻ. IS ഇന്ത്യക്കാർക്ക് ഇതിൽ കാര്യമില്ല, കുറച്ച് കാശ് മേടിച്ചിട്ട് അവരെ വിട്ടേക്കാം എന്നൊക്കെ വിചാരിക്കും. ഇയാളങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിലല്ല. ഇവരിവിടെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് നിങ്ങളോട് പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തോ ദുരുദ്ദേശമുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് നിങ്ങൾ പോകാത്തത്. അങ്ങനത്തെ ഒരു ടീമാണ് ഷിയ.